വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ഓട്ടോമോട്ടീവ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓട്ടോമോട്ടീവ് ടിപ്പുമായിട്ടാണ്. നമ്മുടെയൊക്കെ കാറുകളിൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ സ്റ്റിയറിങ് ഭയങ്കര ടഫായിട്ട് തോന്നാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും നമ്മുടെ സെയിം മോഡൽ കാർ മറ്റാരുടെയെങ്കിലും ഓടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റിയറിങ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ ഓടിച്ചാടി ഈ എക്സ്പെൻസീവ് പാർട്ടായിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് കമ്പോണൻസ്, നമ്മുടെ പവർ സ്റ്റിയറിംഗ് പമ്പ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ഒക്കെ റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ ഒരു ഐറ്റം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും, നമ്മുടെ കയ്യിലുണ്ടാവും. WD-40 ഒരു വാഹന ഉടമയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു WD-40 എന്തായാലും അവരുടെ കയ്യിലുണ്ടാവും, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് നമ്മുടെ ടിപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ താഴെ സ്റ്റിയറിംഗ് ബോക്സ് കോളം ഉണ്ടാവും. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാഫ്റ്റ് വന്നിട്ടുണ്ടാവും. അതിന് ഇവിടെ ഒരു യു ജോയിൻ്റ് ഉണ്ട്. ഈ യു ജോയിൻ്റ് എപ്പോഴും നമ്മുടെ പൊടി അഴുക്കൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടേക്ക് നമ്മുടെ WD-40 ശകലം ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ സ്റ്റിയറിംഗ് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. എല്ലാ ഭാഗത്തും കിട്ടാനായിട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സ്റ്റിയറിംഗ് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാലും മതി. അപ്പോൾ WD-40 നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റിയറിംഗ് സ്മൂത്ത് ആകുകയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ കുറച്ച് ഗ്രീസ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേ ഗ്രീസ് നമുക്ക് അവൈലബിൾ ആണ്, ക്യാനിൽ അവൈലബിൾ ആണ്, അത് ഇട്ട് കൊടുക്കുക. കാരണം WD-40 കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോകാൻ, ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.